ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. രണ്ട് മൂന്ന് അപ്ഡേറ്റ് പറയാനുണ്ട്. ഒന്ന്, മിഷൻ എന്ന് പറഞ്ഞ സിനിമ. രണ്ട്, തലപതി 68. അതിനെക്കുറിച്ചൊരു നല്ല അപ്ഡേറ്റ് പറയാനുണ്ട്. പിന്നെ പറയാനുള്ളത്, മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞു വരുന്ന ടോവിനോയുടെ ഒരു സിനിമയുണ്ട്. അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇതിനൊക്കെ മുമ്പ് ക്രിസ്മസ്, ന്യൂ ഇയർ റിലീസൊക്കെ ആയിട്ട് വന്നിട്ടുള്ള 4 പടങ്ങളുണ്ട്. ക്രിസ്മസ് ആര് തൂക്കി എന്നൊരു ചോദ്യമുണ്ട്. 1 ലാലേട്ടന്റെ നേര്, 2 സലാർ, 3 കിങ് ഖാൻ ഷാറൂഖ് ഖാന്റെ ഡുങ്കി, ആൻഡ് നമ്മുടെ സ്വന്തം ജേസൺ മാമ, അദ്ദേഹത്തിന്റെ അക്വാമൻ. ഈ 4 പടങ്ങളാണുള്ളത്. ഈ 4 പടങ്ങളിൽ ആരാണ് ക്രിസ്മസ് തൂക്കിയത്? പലതരത്തിലുള്ള റിവ്യൂസ് വരുന്നുണ്ട്, പല സംഭവങ്ങൾ വരുന്നുണ്ട്. സോ എന്റെ അഭിപ്രായത്തിൽ ആര് തൂക്കി എന്ന് ചോദിച്ചാൽ ഓരോന്നിനെ കുറിച്ച് പറയും. ഫസ്റ്റ് വൺ, അക്വാമാൻ. വളരെ മോശം സിനിമയാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു 12-13 വയസ്സുള്ള ആളുകൾക്ക് കാണുകയാണെങ്കിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അല്ലാത്ത തരത്തിൽ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞൊരു സിനിമയുടെ ഒരു ആവശ്യമില്ലായിരുന്നു. വളരെ മോശം സിനിമ. നമുക്ക് നേരെ എടുത്ത് തൂക്കി പുറത്തേക്ക് വെക്കാം. സോ അത് പോയി. 2, ഡങ്കി. അത്യാവശ്യം ചെറിയ ചെറിയ തമാശകളൊക്കെ ആയിട്ട് നല്ലൊരു ഫീൽ ഗുഡ്, ഒരു ഫണ്ണി സ്വീറ്റ് മൂവിയാണ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ പോലും നമ്മുടെ ഡയറക്ടർ ഹിരാനിയുടെ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ദ വീക്കസ്റ്റ് എന്ന് ധൈര്യമായിട്ട് പറയാം. മറ്റുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ വളരെ മോശം സിനിമ എന്ന് പറയേണ്ടി വരും. മറ്റുള്ള സിനിമകൾ, അദ്ദേഹത്തിന്റെ സിനിമകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 Idiots ഒക്കെ അടിപൊളി സിനിമയായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ മോശം സിനിമയാണ്. പിന്നെ അതിൽ തമാശകളൊക്കെ കുറച്ച് മുമ്പ് വരെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എല്ലാ ആളുകൾക്കൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും പോയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് കുഴപ്പമില്ലാത്തൊരു സിനിമ എന്ന് പറയാം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു ഡുങ്കി നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഉള്ളത് 2 സിനിമകളാണ്. ഒന്ന്, ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറഞ്ഞു വന്ന പ്രശാന്ത് നീലിന്റെ സിനിമ സലാർ. സലാർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ KGF അല്ല, പക്ഷെ KGF ആണ്. അതായത് പ്രശാന്ത് നീൽ തന്റെ ഇതുവരെയുള്ള ഒരു പ്രശാന്ത് നീൽ ടൈപ്പ് ഓഫ് ആ ഒരു പാറ്റേൺ, സെയിം പാറ്റേണിലുള്ള മേക്കിംഗ് സ്റ്റൈൽ KGF മഞ്ഞയാണെങ്കിൽ ഇവിടെ ചാരമായി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു സെയിം, ഓൾമോസ്റ്റ് സെയിം തന്നെ പറയാം. ആ രീതിയിൽ തന്നെയുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും ഒരു ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും നല്ല BGM, മ്യൂസിക്കും പാട്ടും ഒക്കെ ആയിട്ടൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു സെറ്റും കാര്യങ്ങളും വിഷ്വലൊക്കെ തന്നിട്ടുള്ള ഒരു സിനിമ. വളരെ ക്രിഞ്ചായിട്ടുള്ള കുറെ സംഭവങ്ങളും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. കയ്യേ തോന്നാവുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ അവർ തമ്മിൽ ചില സംസാരങ്ങളൊക്കെ വരുമ്പോൾ കുറെ ആളുകൾക്ക് ദഹിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ വളരെ മോശം സിനിമ എന്ന് പറഞ്ഞ് കുറേ ആളുകൾ പറയുന്നുണ്ട്. നമ്മൾ റിവ്യൂവിന്റെ താഴെയാണെങ്കിലും അല്ലാതൊക്കെയാണെങ്കിലും പോളിംഗ് ഇട്ടാൽ പോലും അതിന്റെ താഴെ വന്നിട്ട് കുറെ ആളുകൾ വളരെ മോശം സിനിമ, അട്ടർ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അത് അവരുടെ പ്രതീക്ഷയുടെ ഭാരം അത്രമാത്രം കൂടി എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ്. ഞാനൊരു 7.5 ഔട്ട് ഓഫ് 10 ഒക്കെ റേറ്റിംഗ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ്. അത്തരത്തിൽ വലിയ കുഴപ്പമില്ലാത്ത സിനിമയാണ്. ആൻഡ് സ്റ്റിൽ കളക്ഷനിൽ ഭയങ്കരമാണ്. ഈ 2023 തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ഫസ്റ്റ് ഡേ നേടിയത്. 178.7 crores ഐ തിങ്ക്. ഇപ്പൊ 295.7 കോടിയാണ് സെക്കൻഡ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ. സോ കളക്ഷന്റെ കാര്യത്തിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. അടിച്ചു മിന്നി കയറും. ഇപ്പൊ ഇനി ക്രിസ്മസ് ആണ്, സൺഡേ ആണ്, എന്തായിരിക്കും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അത് അത്തരത്തിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നോർത്ത് സൈഡിൽ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലൊക്കെയാണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്. അല്ലാത്ത ആളുകളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. എന്തായാലും കുഴപ്പമില്ലാത്ത കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഒരു പ്രശാന്ത് നീൽ സിനിമ ആഗ്രഹിച്ചു പോയ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സിനിമയാണ്. പ്രഭാസ് ആരാധകർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ KGF രീതിയിൽ ഒരു പ്രശാന്ത് നീൽ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം എന്നൊക്കെ ആക്കി വെച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. സോ അതാണ് സലാറിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഈ പറഞ്ഞ പോലെ കളക്ഷനിൽ ഭയങ്കര സംഭവം തന്നെയാണ്. ഇനി പറയാനുള്ളത്, ഒരു പ്രതീക്ഷയും തരാതെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞൊരു സിനിമയിലും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലും മാത്രം പ്രതീക്ഷ വെച്ച് ലാലേട്ടൻ്റെതായിട്ട് വന്ന സിമ്പിൾ ആയിട്ട് വന്നൊരു സിനിമ നേര്. ജീത്തു ജോസഫ്, അതുപോലെ ശാന്തി മായാദേവി, പിന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ, അനശ്വര രാജൻ, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള നല്ലൊരു കാസ്റ്റിംഗിൽ വന്ന സിനിമ. വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാതെ തന്നെയാണ് സിനിമയ്ക്ക് അത് പോയത്. പക്ഷേ ആര് തൂക്കിയെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ സംഭവം പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ നിലമ്പൂരിലുള്ള ഫെയർലാൻഡ് സിനിമാസിലാണ് സിനിമ കാണാൻ പോകാറുള്ളത്. അവിടെ 4 സ്ക്രീനാണുള്ളത്. അതിൽ സ്ക്രീൻ 1 ഏറ്റവും വലിയ സ്ക്രീൻ അതാണ്. ഏറ്റവും കൂടുതൽ ആളെ കൊള്ളുന്ന സ്ക്രീനും അതാണ്. അതിലാണ് സലാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3/4 ഭാഗം ഇപ്പോൾ 4 ഷോയ്ക്കും
ഓൾറെഡി ബുക്കിംഗ് ഫിൽ ആയിട്ടുള്ള സിനിമയാണ്, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള 3 സ്ക്രീനിലും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്റെ മോനെ നേരാണ്. അതും ഓൾമോസ്റ്റ് 95% ബുക്കിംഗ് ആണ്. എല്ലാ ഷോ അതായത് സ്ക്രീൻ 2, സ്ക്രീൻ 3 ആൻഡ് സ്ക്രീൻ 4, 4 സ്ക്രീനിലും 4 ഷോ ഓടുന്നുണ്ട്. 4ഉം 95% ഫുള്ളാണ്. അതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. ആര് തൂക്കി എന്ന് പറയാൻ നേരെ തന്നെയാണ് ക്രിസ്മസ് തൂക്കിയത്. എന്ത് പടമാണ്, ഭയങ്കര ഗംഭീര ഒരു പടം. ഇത് ഈ പറഞ്ഞ പോലെ ലാലേട്ടനെ കുറെ ആളുകൾ, ലാലേട്ടന്റെ പെർഫോമൻസ്, അതേപോലെ ലാലേട്ടൻ ഒരു സിനിമ ഇപ്പൊ ഹിറ്റായി വന്നപ്പോഴേക്കും നമുക്കൊന്നും അല്ലടേ എന്നൊക്കെ പറയുന്ന ആളുണ്ട്. അങ്ങനൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷെ സിനിമ അടിപൊളിയാണ്. അത് അതിന്റെ സ്ക്രിപ്റ്റ് വൈസ്, അതിന്റെ മേക്കിംഗ് സ്റ്റൈല്, പിന്നെ അനശ്വര രാജന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ലാലേട്ടനേക്കാൾ മികച്ച പെർഫോമൻസ് ആയിട്ട് ഈ സിനിമയിൽ തോന്നുന്നു അനശ്വരയുടെ പെർഫോമൻസ് തന്നെയാണ്. പുള്ളിക്കാരിക്കാണ് ഇതിൽ കൂടുതൽ ചെയ്യാനുള്ളത്. ആ കണ്ണ് കാണത്തെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കരഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങൾ, പേടിച്ചുകൊണ്ട് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ലാലേട്ടന്റെ കംബാക്ക് തന്നെയാണ്. ലാലേട്ടൻ വളരെ നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്ക് ബാക്കിയുള്ള എല്ലാം അടി പോയി. അഭിനയം കൊണ്ടാണെങ്കിലും കളക്ഷൻ കൊണ്ടാണെങ്കിലും ലാലേട്ടനെ തോൽപ്പിക്കാൻ അറിയില്ല, അങ്ങനൊന്നും പറയാനൊന്നും പറ്റില്ല. കുഴപ്പമില്ലാതെ ആ ക്യാരക്ടറിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്മസ് തൂക്കിയതും ലാലേട്ടൻ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ലാലേട്ടൻ മാത്രം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ചവിട്ടി താത്തുന്ന പരിപാടിയോട് എനിക്ക് യോജിപ്പില്ല. ബട്ട് ശരി, ക്രിസ്മസ് തൂക്കിയത് നേരെ തന്നെ. ഇനി അത് അടിച്ച് അമർത്താൻ നോക്കുന്നവരൊക്കെ വെറുതെ കുശുമ്പുകൊണ്ട് പറയുന്നതാണെന്നും കൂടെ പറയേണ്ടതുണ്ട്. കാരണം നേരെ തോൽപ്പിക്കാൻ ഈ വന്ന 4 പടങ്ങളിൽ ഏതുമില്ല. ഇനി വരുന്ന സിനിമകൾ എന്തായിരിക്കും നമുക്ക് കണ്ടറിയാം. ഇനി നമുക്ക് അപ്ഡേറ്റുകളിലേക്ക് പോകാം. ഒന്ന്, നമ്മുടെ അരുൺ വിജയ് നായകനായിട്ട് വരുന്ന മിഷൻ എന്ന് പറഞ്ഞ സിനിമ പൊങ്കൽ 2024 റിലീസായിട്ട് വരും എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പൊങ്കലിന് സിനിമ റിലീസാവും. പിന്നെ പറയാനുള്ളത്, മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ആക്ഷൻ മൂവി എന്ന് പറയുന്ന ഖ്യാതിയോടെ വരുന്ന ഒരു സിനിമയാണ് ടോവിനോ നായകനായിട്ട് വരുന്ന ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ. ഫോറൻസിക് എന്ന് പറഞ്ഞ സിനിമയുടെ സെയിം ടീം തന്നെയാണ് വീണ്ടും ഒരുമിക്കുന്നത്. അതിൽ തൃഷ ജോയിൻ ചെയ്തിട്ടുണ്ട്, നായികയായിട്ടാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അത് ഒരു ഗംഭീര സിനിമയായിരിക്കും തന്നെയാണ് പറയുന്നത്. ഫോറൻസിക് വലിയ വിജയമൊന്നും അല്ലായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിയ ഒരു സിനിമയായിരുന്നു. പക്ഷെ പറയുന്ന പോലെ വലിയ വിജയമൊന്നുമല്ല. പക്ഷെ ഈ സിനിമ വളരെയധികം ഒരു പ്രതീക്ഷയുള്ള സിനിമയാണെന്നാണ് ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ള പല ആളുകളും ഇന്റർവ്യൂസിൽ അടക്കം അതിനെക്കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് പല അപ്ഡേറ്റിലും വന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ആക്ഷൻ സിനിമ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ എന്തായിരിക്കും നമുക്ക് സിനിമ കണ്ടു തന്നെ അറിയണം. കാരണം വലിയൊരു ഹൈപ്പോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയൊരു സംഭവങ്ങളൊന്നും ഇതുവരെ നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞു കേൾക്കുന്ന അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള അധികം അപ്ഡേറ്റ് ഒന്നും സിനിമയെ കുറിച്ച് വന്നിട്ടില്ല. ARM ആണ് ടോവിനോന്റെ ഏറ്റവും വലിയ സിനിമയായിട്ട് ഇപ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ. സോ എന്തായാലും ഐഡന്റിറ്റിനെ കുറിച്ചുള്ള ആ ഒരു റിപ്പോർട്ട് അതാണ്. അതായത് നമ്മുടെ പാർട്ടിയുടെ സ്വന്തം സത്യ ഇവിടെ അദ്ദേഹത്തിന്റെ നായികയായിട്ട് വരും എന്നുള്ളത്, അതായത് തൃഷ. സോ അത് വലിയൊരു കാര്യമാണ്. മലയാളത്തിലേക്ക് തൃഷ ജോയിൻ ചെയ്തെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. തൃഷയ്ക്ക് എത്രമാത്രം ഫാൻ ബേസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാലോ. ഓൾ ഓവർ ഇന്ത്യ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ടോവിനേക്കാൾ കൂടുതൽ ഫാൻസ് ഉള്ള ആളാണ് തൃഷ. ഇനി പറയാനുള്ളത്, ഞാൻ പേഴ്സണലി ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് തലപതി 68. ലിയോന്റെ അത്ര ഹൈപ്പൊന്നും ഇതുവരെ ആ സിനിമയ്ക്ക് വന്നിട്ടില്ലെങ്കിലും വിജയ് ആരാധകർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. പല ഇംഗ്ലീഷ് സിനിമകളുടെയും റീമേക്ക് എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ സംസാരിച്ച് കേട്ടുന്ന സിനിമയാണ്. ഒരു സൈഫൈ ടൈം ട്രാവൽ ആ സിനിമയാണെന്ന് പറയുന്നത്. വിജയ് 3 റോളുകളിൽ വരുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും 2 റോളിൽ ഉണ്ട് എന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിച്ച കാര്യമാണ്. 3 റോളുകൾ ഉണ്ടാവും എന്നുള്ളത് ഒഫീഷ്യലി ആരും സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. സോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിൽ സ്മിത്ത് നായകനായിട്ട് വന്നിട്ടുള്ള ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട് ഹോളിവുഡിൽ. സോ ആ സിനിമയുടെ റീമേക്ക് ആണ് ഈ സിനിമ. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചൂടപ്പം പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. അതില് 51കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടും പിന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടുമാണ് നമ്മുടെ വിൽ സ്മിത്ത് അഭിനയിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമ്മുടെ വിജയ് ഒരു കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പറഞ്ഞിരുന്നു. മാത്രമല്ല 19 വയസ്സുകാരനായിട്ട് അദ്ദേഹം വരും. അത് ഡി ഏജിങ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സോ അത് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി സ്ഥിരീകരിച്ച കാര്യമാണ്. സോ അങ്ങനെ 19 വയസ്സുകാരനായിട്ട് വിജയ് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ സിനിമയുടെ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പല തരത്തിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ തന്നെ. സിനിമയുടെ ട്രെയിലർ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. പക്ഷേ വേറൊരു ടെൻഷൻ എന്താണ്, അതായത് വിജയ് ആരാധകർക്കിടയിലുള്ള ടെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെമിനി അവിടെ വലിയ ഹിറ്റായ സിനിമയല്ല, ബിലോ ആവറേജ് മാത്രം പ്രതികരണം ലഭിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു പക്ഷേ ഫ്ലോപ്പ് സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സിനിമയാണ്. സോ അത്തരത്തിൽ ഫ്ലോപ്പ് ആയ ഒരു സിനിമ വിജയ് എടുത്ത് ചെയ്യുന്നു തമിഴിൽ എന്ന് പറയുമ്പോൾ ആരാധകരുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. കാരണം
ഇപ്പൊ ലിയോ എന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കര ഹൈസിൽ നിൽക്കുന്ന ഒരാളാണ്. സോ അത്രയും ഹിറ്റായ സിനിമ ഉണ്ടായിട്ട് പോലും അതിനെ ചവിട്ടിത്താത്താനുള്ള ശ്രമം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമ്മളൊക്കെ കണ്ടതുമാണ്. സോ ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമ എടുത്ത് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ റിസ്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളതും, പിന്നെ വെങ്കട് പ്രഭു ഭയങ്കര സംഭവമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ അത്രയും എന്താ പറയുക ഡ്രീം പ്രൊജക്റ്റ് ആണ് തലപതി 68 എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. സോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ സിനിമ വന്നിട്ട് കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. ബട്ട് ഐ തിങ്ക് ആ സ്റ്റോറി ആവാൻ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2-3 ക്യാരക്ടർ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് ആ സ്റ്റോറി ആവുന്നുണ്ടോ? 2 കഥാപാത്രങ്ങളും 3 ആയിട്ട് ഇതിനു മുമ്പും തലപതി വന്നിട്ടുണ്ട്. അതല്ലാതെ എത്രയോ ആക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡിലടക്കം അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിന്റെ റീമേക്ക് ആണെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇനിയിപ്പോ റീമേക്ക് ആണെങ്കിലും അല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ വെങ്കട് പ്രഭു ഓക്കെ അറിയാം, അദ്ദേഹം എന്തായാലും ഇത്രയും ഡ്രീം പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കാം. പിന്നെ വിജയനെ പോലൊരു നടൻ വെറുതെ കൊണ്ടുപോയി തലവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തീരെയും വെറുതെ കൊണ്ടുപോയി തലവെക്കും തോന്നുന്നില്ല. സോ അവർ കഥയെ കേട്ടിരുന്നില്ലേ സിനിമ ഏറ്റെടുത്തിട്ടുണ്ടാവുക. എന്തായാലും അത് ഹിറ്റ് ആവും തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താം. ഇത്രയ്ക്ക് ഉള്ളടേ പ്രധാനപ്പെട്ട് പറയാനുള്ളത് ആര് തൂക്കി ക്രിസ്മസ് എന്നുള്ളതായിരുന്നു. തൂക്കിയത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും ആത്മാർത്ഥതയോടെ അടിയുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. പിന്നെ ക്രിസ്മസ് നോക്കിയത് വേറെ ആരെങ്കിലും ആണ് നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണുള്ളത് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് ഒരുപാട് ഒരുപാട്. അതുകൂടായിട്ട് കാണുന്നവരെ